കഴിഞ്ഞു. ഇനിയെങ്കിലും ചില അലോസരമുണ്ടാക്കുന്ന വിവരങ്ങൾ പറയാതെ വയ്യ. 5 വർഷം മുൻപ് എന്ന് പറഞ്ഞാൽ കോവിഡിനും മുൻപ് 2019-20 സാമ്പത്തിക വർഷം ഉണ്ടായ വരുമാനം മാത്രമേ ഈ ഓണക്കാലത്തും ഉണ്ടാകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിൽ നിന്നും അർത്ഥമാക്കേണ്ടത്? വളർച്ച ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, താഴേക്ക് പോകുന്നു എന്ന് കൂടിയല്ലേ? അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഇക്കാലം കൊണ്ട് നമ്മുടെ സർക്കാർ ചിലവ് അഥവാ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന് സംഭവിച്ച വലിയൊരു ടേൺ അറൗണ്ട് ഉണ്ട്. ഏറ്റവും സ്തോഭജനകമായ ആ കണക്കുകൾ പിന്നാലെ പറയാം. കേരളം കേസ് കൊടുത്തിരിക്കുന്നത് പോലെ 5000-ഓ 10,000-ഓ കോടി കേന്ദ്രം അധികം തന്നാൽ മാത്രം പരിഹരിക്കാവുന്നതാണോ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ? അതുപോലും ചെയ്യാതിരിക്കുന്ന കേന്ദ്ര നടപടിയെ മാടമ്പി ജന്മിമാരോടല്ലാതെ ആരോടുപമിക്കും? അതീവ ഗുരുതരമായ ആ കണക്കുകൾ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുകയാണ് സ്പോട്ട്ലൈറ്റ്. കാശില്ലെങ്കിൽ കേരളത്തിന് പട്ടിണിയോ ഏക വഴി. കയ്യിൽ കാശില്ലെങ്കിൽ പോയി പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞിരുന്നത് പഴയൊരു കഴുത്തറപ്പൻ പലചരക്കു കടക്കാരാണ്. ഈട് വയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ പോയി തൂങ്ങിച്ചാവ് എന്ന് പറയുന്നത് വട്ടിപ്പലിശക്കാർ. വരുത്തിവെച്ച കടമല്ലേ, അനുഭവിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞിരുന്നത് ഒരു പണിയും ചെയ്യാതെ കലുങ്ങിലിരുന്ന് നിരീക്ഷണം നടത്തുന്ന എട്ടുകാലി മമ്മൂഞ്ഞുമാരാണ്. ഈ 3 പക്ഷത്തും ചേരാതെ കണക്കുകൾ മാത്രം മുന്നോട്ട് വയ്ക്കുകയാണ് ന്യൂസ് മലയാളം. വയനാട് പ്രളയത്തിന്റെ ആഘാതം വിപണിയെ ബാധിച്ച ഈ ഓഗസ്റ്റിൽ സംസ്ഥാനത്തിന്റെ ആകെ നികുതി വരുമാനം 7,797 കോടി 35 ലക്ഷം രൂപ. കഴിഞ്ഞ വർഷം ഇതേ മാസം ഉണ്ടായിരുന്ന 7,368 കോടി രൂപയിൽ നിന്നും വളർച്ച വെറും 429 കോടി രൂപ മാത്രം. വയനാട് മാത്രമാണോ കാരണമെന്നറിയാൻ കോവിഡിന് മുൻപുള്ള ആ കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. 5 വർഷം മുൻപ്, അതായത് 2019-20 സാമ്പത്തിക വർഷത്തിൽ 7,434 കോടി രൂപയായിരുന്നു സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം. ഇപ്പോ അത് സ്റ്റാഗ്നേഷൻ അഥവാ വെറും മരവിപ്പല്ല, വലിയ തകർച്ച തന്നെയാണ് എന്നറിയാൻ ചിലവിന്റെ കണക്ക് കൂടി നമുക്ക് നോക്കാം. ഈ വർഷം ഇതുവരെ അഥവാ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ ആകെ റവന്യൂ ചെലവ് 23,036 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ചിലവ് 24,149 കോടി രൂപ. ഒരു വർഷം കൊണ്ട് ചിലവിൽ 1000 കോടി രൂപയുടെ കുറവ്. ഇനി ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കിലേക്ക് കൂടി. 5 വർഷം മുൻപ് 2019-ൽ 45,519 കോടി രൂപയായിരുന്നു ഈ ആദ്യ 5 മാസത്തിലെ റവന്യൂ ചെലവ്. ഭരണമുണ്ടെന്ന് ജനം അറിയുന്നത് സർക്കാർ ചെലവഴിക്കാൻ നിർലോഭം നടക്കുമ്പോഴാണ്. ഡോക്ടർ തോമസ് ഐസക് കൈയയച്ച് വിപണിയിലേക്ക് പണം അയച്ചപ്പോൾ KN ബാലഗോപാലൻ അതിന്റെ പകുതി പോലും ചെലവഴിക്കാൻ കഴിയുന്നില്ല. 5 വർഷം മുൻപ് ചെലവഴിച്ചതിനേക്കാൾ 22,000 കോടി രൂപ കുറച്ചാണ് ഈ വർഷം ചെലവഴിച്ചിരിക്കുന്നത്. ഇതിന് കാരണം തോമസ് ഐസക് അന്ന് നിർലോഭം വാങ്ങിവെച്ച കടങ്ങളാണോ? ഡോക്ടർ തോമസ് ഐസക് ധനമന്ത്രിയായിരിക്കുമ്പോൾ എടുത്ത കടമാണ് ഇന്നത്തെ പ്രതിസന്ധിയുടെ കാരണമെന്ന് തീർത്തും പറയാൻ കഴിയില്ല. കാരണം തോമസ് ഐസക് ഈ 5 മാസം കൊണ്ടെടുത്ത കടം 14,821 കോടി രൂപ മാത്രമാണ്. ഇവിടെ KN ബാലഗോപാൽ 23,990 കോടി രൂപ എടുത്തു കഴിഞ്ഞു. 10,000 കോടി രൂപ കൂടുതൽ കടമെടുത്തിട്ടും റവന്യൂ ചെലവ് പകുതിയായി ഇടിഞ്ഞു. ഒരു കാരണം സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ കേന്ദ്ര ഗ്രാന്റിലെ കുറവ് തന്നെയാണ്. പക്ഷേ അതൊരു ചെറിയ കാരണം മാത്രമാണ്. ഈ വർഷം ഇതുവരെ ഗ്രാന്റ് ആയി കിട്ടിയത് 1,064 കോടി 86 ലക്ഷം രൂപ മാത്രമാണ്. എന്നാൽ 2019-20-ൽ 3,079 കോടി 35 ലക്ഷം കേന്ദ്ര ഗ്രാന്റ് ആയി കേരളത്തിന് കിട്ടിയിരുന്നു. അതിന് കാരണം GST നഷ്ടപരിഹാരവും മറ്റുമായിരുന്നു. എന്തുകൊണ്ടാണ് ആദ്യ സർക്കാരിനേക്കാൾ രണ്ടാം സർക്കാരിനെതിരെ ജനരോഷം ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം റവന്യൂ ചെലവ് നേർപകുതിയായതാണ് എന്നതു തന്നെയാണ്. ജനാധിപത്യ ഭരണത്തിൽ സർക്കാർ ചെലവ് അഥവാ ഗവൺമെന്റ് സ്പെൻഡിംഗ് ചുരുക്കിയാൽ അതിനർത്ഥം വിപണിയിലേക്ക് പണം എത്തില്ല എന്നു തന്നെയാണ്. ഇവിടെ വിപണി നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളല്ല. റിലയൻസോ ടാറ്റയോ അദാനിയോ പോലെ വൻകിട വ്യവസായങ്ങളും അവർ ജോലി നൽകുന്ന ലക്ഷങ്ങളും ഉള്ള ഇടമല്ല നമ്മുടെ സംസ്ഥാനം. ഇവിടെ സർക്കാരാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കേണ്ടത്. 45,000 കോടി രൂപയിൽ നിന്ന് 23,000 കോടിയിലേക്ക് ഇടിഞ്ഞത് ആ തുകയാണ്. അപ്പോൾ 10,000 കോടി രൂപ അധികമായി കടമെടുത്തിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്നല്ലേ?
അതുകൂടി പറയാം. ലളിതമാണ്. 39,990 കോടി രൂപയാണ് ശമ്പളവും പെൻഷനും പലിശയ്ക്കുമായി ഈ വർഷം ഇക്കഴിഞ്ഞ 5 മാസം ചെലവഴിച്ചത്. 5 വർഷം മുൻപ്, അതായത് 2019 ഇതേ മാസം ചെലവഴിച്ചത് 29,698 കോടി രൂപയും, കൃത്യമായി പറഞ്ഞാൽ 10,292 കോടി രൂപയുടെ വർധനവ്. 9,990 കോടി രൂപ അധിക കടമെടുത്തത് മുഴുവൻ ഏതാണ്ട് ഈ ചെലവിൽ തീർന്നു. അപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളോ? അവിടെയും ഇപ്പോൾ ഭരിക്കുന്നത് BJP അല്ല. തമിഴ്നാട്ടിൽ ആദ്യ 4 മാസം 79,803 കോടി രൂപ, 5 വർഷം മുൻപ് 40,903 കോടി രൂപ, വർധന ഏതാണ്ട് ഇരട്ടിക്കടുത്ത് വരുന്ന 39,890 കോടി രൂപ. കർണാടകത്തിൽ ഇപ്പോൾ 79,544 കോടി രൂപ, 5 വർഷം മുൻപ് ഇതേ സമയം ഉണ്ടായിരുന്നത് 52,382 കോടി രൂപ. വർധനവ് നോക്കിയാൽ 27,162 കോടി. തമിഴ്നാടും കർണാടകവും ഈ 39,000-ഉം 27,000-ഉം കോടിയും വർധനവുണ്ടാക്കിയ ആദ്യ 4 മാസം കേരളത്തിനുണ്ടായ നികുതി വർധന 4,000 കോടി രൂപ മാത്രമാണ്. ചെറിയ സംസ്ഥാനമാണെന്ന് നമ്മൾ പറയുമ്പോഴും ചെലവിന് ആനുപാതികമായ വർധനവുണ്ടാകാത്തതിന്റെ കാരണം സർക്കാർ ചെലവഴിക്കൽ നേർപകുതിയായതു തന്നെയാണ്. കേരളത്തിൽ റവന്യൂ ചെലവ് ഇക്കാലത്ത് നേർപകുതിയായപ്പോൾ കർണാടകത്തിൽ 50,000 കോടിയിൽ നിന്ന് 94,000 കോടിയിലേക്ക് വളർന്ന 80% വർധനവുണ്ടായി. തമിഴ്നാട്ടിൽ റവന്യൂ ചെലവ് 58,000 കോടി രൂപയിൽ നിന്ന് 1,08,000 കോടിയിലേക്ക് 90%-ലേറെ വർധനവ്. ഈ വസ്തുതകൾ പറയുക മാത്രമാണ് ന്യൂസ് മലയാളം ചെയ്തത്. മറുപടി സർക്കാരും സാമ്പത്തിക വിദഗ്ധരും പറയട്ടെ. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.